ഹായ് ഹലോ. മഴയാണ്. ഞാൻ കുടയൊക്കെ പിടിച്ചിട്ട് പോവുക. അധികമല്ല, പക്ഷെ മഴയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ വർഷത്തിൽ, അതായത് ഓരോ മാസവും ഓരോ കാരണത്താൽ ഞങ്ങൾ കേക്ക് വാങ്ങിച്ച് ആഘോഷിച്ച ഒരു കഥയാണ് അത്. ആ ഒരു വർഷം മാത്രമേ എല്ലാ മാസവും കേക്ക് മുറിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങിച്ചു, മുറിച്ചു, ഹാപ്പി. അപ്പൊ അത് ഏതൊക്കെ മാസം എന്തൊക്കെ കൊണ്ടാന്ന് പറയാവേ. അപ്പൊ ജാനുവരിയുടെ കാര്യം പറയാം. ജാനുവരിയിലാണ് എന്റെ മമ്മിയുടെയും ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ആ പേര് കേക്ക് കുറിച്ചു. ഫെബ്രുവരിയില് എന്റെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ മാസം കേക്ക് മുറിക്കാനുള്ള കാരണം ഡാഡിയുടെ ബർത്ത്ഡേ. മാർച്ചില് എന്റെ ബർത്ത്ഡേ ആണേ. അപ്പൊ പിന്നെ കേക്ക് മുറിക്കാനുള്ള കാരണം അടുത്തത് അതാ. പഠിപ്പിച്ച് 3 മാസമായി. ഇനിയിപ്പോ ഏപ്രിലില് കേക്ക് മുറിക്കാൻ കാരണം നോക്കിയിരിക്കുവായിരുന്നു. കറക്റ്റായിട്ട് ഈസ്റ്റർ തോന്നി. അപ്പൊ ഈസ്റ്ററിന് അങ്ങനെ കേക്ക് മുറിച്ച്. മെയ്യില് മദേഴ്സ് ഡേ ആണ്, ജൂണില് ഫാദേഴ്സ് ഡേ ആണ്. അപ്പൊ മെയ്യിലും ജൂണിലും കേക്ക് മുറിക്കാനുള്ള കാരണമായി. ജൂലൈയില് എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണേ. പിന്നെ ഓഗസ്റ്റില് പള്ളിപ്പെരുന്നാളാണ്. അപ്പൊ 2 മാസം കേക്ക് മുറിക്കാനുള്ള കാരണമായി. സെപ്റ്റംബറിൽ ഓണമായിരുന്നു, അതുകൊണ്ട് കേക്കൊന്നും വാങ്ങിയില്ല. പായസം കുടിച്ച് തന്നെ മത്തടിച്ചു. പിന്നെ ഒക്ടോബറില് ഞങ്ങൾ ലുലുവിൽ പോയി ഒരു പുതിയൊരു കേക്ക് വാങ്ങിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. ക്രീമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായി. നവംബറിൽ മമ്മിയുടെ ബർത്ത്ഡേ ആണേ. ഡിസംബറില് പിന്നെ ക്രിസ്മസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറേ കേക്ക് കിട്ടി. ഞങ്ങളും കേക്ക് വാങ്ങിച്ചു, കുറേ കേക്കും കിട്ടി. അപ്പൊ ഇതാണ് എന്റെ കേക്ക് സ്റ്റോറി. ഓക്കെ.